ഇന്ത്യൻ കായിക മേഖലയെ സമ്പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുകൂടാതെ ഒളിമ്പിക് മെഡൽ ടാലിയിൽ ഇന്ത്യയുടെ ലെവൽ ഒന്നുകൂടി ഉയർത്താനും വേണ്ടിയിട്ട് ഇന്ത്യയിൽ വേരുകളുള്ള ഇന്ത്യയിൽ വേരുകളുള്ള വിദേശ താരങ്ങളെ ഇന്ത്യൻ ടീമുകൾക്ക് വേണ്ടി കളിപ്പിക്കാനുള്ള തീരുമാനത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നമ്മുടെ കേന്ദ്ര കായിക മന്ത്രാലയം ആരംഭിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ വളരെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇന്ത്യയിൽ വേരുകളുള്ള നിരവധി താരങ്ങൾ കളിക്കുന്നുണ്ട്. അവരെയൊക്കെ നമ്മുടെ ഇന്ത്യൻ പതാകയ്ക്ക് കീഴിൽ അണിനിരത്തി കളിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ലെവലും റേഞ്ചും മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കുന്ന സ്ട്രൈക്കിംഗ് സോണിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു കിടിലൻ താരമുണ്ട്. പോർച്ചുഗീസ് പ്ലെയർ ആണ് നിലവിൽ ആൻഡ്രെ ലക്ഷ്മികാന്ത് എന്ന ഈ ഒരു താരം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വേണ്ടി കളിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ സ്ട്രൈക്കിംഗ് സോണിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പരിഹരിക്കപ്പെടും. കാരണം ഗോൾ അടിച്ചു കൂട്ടാൻ കഴിവുള്ള 6 അടിയിലേറെ ഉയരമുള്ള ഒരു സൂപ്പർ ചോരത്തിളപ്പുള്ള താരം നമ്മുടെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ടീമിന് നൽകുന്ന കരുത്ത് വളരെ വലുതായിരിക്കും. കാരണം നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കുന്ന അവിടെയാണ്. മുന്നേറ്റ നിരയിലേക്ക് പന്ത് എത്തിക്കാൻ പറ്റുന്നുണ്ട്, അവിടെ ഫിനിഷ് ചെയ്യാൻ ആരുമില്ല. ഛേത്രി തന്നെ ഇപ്പോൾ പാഴാണ്. അപ്പം ഛേത്രിയെ പോലും അല്ലെങ്കിൽ ഛേത്രിയുടെ അത്ര പോലും വേറെ ആരും പെർഫോം ചെയ്യുന്നില്ല. ഛേത്രിയൊക്കെ അവസാനം കളഞ്ഞ അവസരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രമാത്രം സങ്കടം ഉണ്ടാവും. ആ ഒരു നിരയിലേക്ക് ഇന്ത്യയിൽ വേരുകളുള്ള പോർച്ചുഗീസ് താരമായിട്ടുള്ള 23 വയസ്സുകാരൻ ആൻഡ്രെ ലക്ഷ്മികാന്ത് ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ വരണം. വന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ സെറ്റ് ആവും. ഇനിയിപ്പോൾ ലക്ഷ്മികാന്തിന്റെ നിലവിലെ ഒരു ഫോമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആള് സെറ്റാണ്. പോർച്ചുഗീസ് ടോപ്പ് ഡിവിഷൻ ലീഗായിട്ടുള്ള എസ്റ്റോറൽ പ്രിയ എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടിയിട്ട് താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രയ എന്ന് പറയുന്ന ക്ലബ്, അതായത് എസ്റ്റോറൽ പ്രയ എന്ന പോർച്ചുഗീസ് ക്ലബിന് വേണ്ടിയിട്ടാണ് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം 4 ഗോളുകളും 2 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു എന്താ പറയുന്നത്, മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും കഴിഞ്ഞ 10 മത്സരങ്ങളിൽ നിന്നും താരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ യൂറോപ്പിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ്. യൂറോപ്പിലെ ഏറ്റവും പ്രഗത്ഭനായ താരങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ വംശജരായിട്ടുള്ള താരങ്ങളിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു താരം തന്നെയാണ് നമ്മുടെ ആൻഡ്രെ ലക്ഷ്മികാന്ത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഗോവക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വേരുകളുള്ള താരമാണ്. ഗോവയിലെ ഒറിജിൻ ആയിട്ടുള്ള ആൻഡ്രെ ലക്ഷ്മികാന്ത്. പിന്നെ നമ്മളുടെ നിയമങ്ങൾ വളരെ കർക്കശമായതുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ അച്ഛൻ ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാനുള്ള യോഗ്യത പോലും ലക്ഷ്മികാന്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ പോർച്ചുഗീസ് പൗരത്വമാണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നൽകുന്നത്. ഏതായാലും ഒറിജിൻ പ്ലേയേഴ്സിനെ കളിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് ലക്ഷ്മികാന്ത് ആയിരിക്കണം. ഇനി ലക്ഷ്മികാന്തിന് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. താല്പര്യം ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ആൻഡ്രെ ലക്ഷ്മികാന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുന്നേറ്റ നിരയിലെ പ്രശ്നങ്ങളൊക്കെ തീരും. അങ്ങനെ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള താരങ്ങൾ നമുക്കുണ്ട്. അവരെക്കുറിച്ചൊക്കെ നമുക്ക് പതിയെ വീഡിയോ ചെയ്യാം. പതിയെ നമുക്ക് ട്രാക്കിലേക്ക് വരാം.